ഗൈസ്, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വിഷ് കാർഡ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്കൊരു A4 ഷീറ്റ് എടുക്കാം. അത് പകുതി മടക്കാം. പകുതി മടക്കിയതിൽ നിന്ന് വീണ്ടും ഒരിക്കലും കൂടി മടക്കാം. അതായത് A4 ഷീറ്റ് 4 മടക്കാം. അപ്പോൾ 4 കള്ളികൾ ഇട്ടു നമുക്ക്. ആ 4 കള്ളികളിൽ ഒരു കള്ളി നമുക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്തതിൽ നിന്ന് ആ ഫുള്ള് കള്ളി ആവശ്യം വരില്ല. അതിൽ കുറേ നമുക്ക് പോർഷൻ കളയേണ്ടതാണ്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് വീണ്ടും പകുതിയായിട്ട് മടക്കിയെടുക്കാം. ഇതിപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലല്ല കിട്ടിയത്, നമുക്കൊരു സ്ക്വയർ ഷേപ്പാണ് വേണ്ടത്. അതായിരിക്കും കുറച്ചും കൂടി ക്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അധികമുള്ള പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കത്തിരിക്കൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അളവൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കാം, ഏത് നിറത്തിൽ വേണമെങ്കിലും ആക്കാം. അതിനുശേഷം ഞാൻ എടുത്തത് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഓഫ് വൈറ്റ് കളറ് പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയൊരു സ്ക്വയർ പോർഷൻ എടുത്തിട്ടുണ്ട്. ആ പോർഷന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ പുറത്തൊരു ഹേർട്ട് ഷേപ്പൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കട്ട് ചെയ്ത സ്ക്വയർ പോർഷൻ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഹാഫ് ഹേർട്ട് ഇതിൻ്റെ മേലിലേക്ക് വരച്ചു കൊടുക്കാം. നല്ല ഷേപ്പിൽ തന്നെ വരച്ചു വന്നാൽ നല്ല അടിപൊളി ഹേർട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് കത്രിക വെച്ച് നല്ല ഷേപ്പിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു ഹേർട്ട് കിട്ടും. ഇത് കുറച്ചും കൂടി ക്യൂട്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് സ്കെച്ച് മാർക്കർ എടുത്തിട്ട് ചെറിയ ചെറിയ ലിറ്റിൽ ഹേർട്സ് നമുക്ക് അതിന് മേലെ കുറച്ച് ചിതറി കിടക്കുന്ന പോലെ കുറച്ച് വരച്ചെടുക്കാം. അപ്പോൾ നല്ല ക്യൂട്ടായില്ലേ, അടിപൊളിയായാലും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു ഗ്ലൂ വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സ്ക്വയറിൻ്റെ മേലിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും കൂടി രണ്ടും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടൊരു മാച്ച് പോലെ ഇല്ലേ, അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇനി കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ വിഷ് ചെയ്താൻ വേണ്ടിയിട്ട് ഒരു മാർക്ക് എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എഴുതുന്നത്, അതുകൊണ്ട് ബർത്ത്ഡേ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കാർഡാണല്ലോ. അപ്പം മാർക്കർ വെച്ചിട്ടൊന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒന്ന് കട്ടൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയാക്കുന്നുണ്ട്. ഇതൊരു അത്രയില്ല ഫോണ്ടിലൊന്നല്ല, എൻ്റെ റൈറ്റിംഗ് ഒന്നും അത്ര അടിപൊളി അല്ലെങ്കിലും കുഴപ്പമില്ലാതുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം അതിൽ കുറച്ചും കൂടി വർക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വരച്ച ലിറ്റിൽ ഹേർട്സ് ഇവിടെയും ചിതറി കിടന്നോട്ടെ, അടിപൊളിയാക്കണ്ടേ. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ക്യൂട്ട് എസ്തെറ്റിക് വൈബാക്കാൻ വേണ്ടിയിട്ട് ഈ ചകിരിനാര് കടയിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ പുറത്ത് കവറിൽ നമുക്ക് കെട്ടിത്തരില്ലേ, ആ സാധനം എടുത്താൽ മതി. അതൊന്ന് ഒരു ബോ ഷേപ്പിൽ കെട്ടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കെട്ടി വന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ഷേപ്പായോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, ഏകദേശം ഒരു ബോയൊക്കെ ഷേപ്പ് ആയിട്ടുണ്ട്. ആ ബോയ് നമുക്ക് അതിൻ്റെ ഒരു മൂലക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല എസ്തെറ്റിക് വൈബായില്ലേ. അപ്പോൾ നമ്മുടെ വിഷ് കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.